Hello, welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 5-6 പാർട്ടായിട്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, സോ എന്താണ് ടോപ്പിക് നമുക്ക് വരുന്നത്? ഡയമെൻഷൻസ്, ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്, അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം MCQ ക്വസ്റ്റ്യൻസിലേക്ക് വന്നാൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ആ വീഡിയോ ക്ലാസ്, ലെക്ചർ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം MCQയിലേക്ക് വന്നാലാണ് നമുക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാകുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ MCQയില്. സോ ആദ്യം തന്നെ MCQ എടുത്ത് നോക്കിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ലെക്ചർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം MCQയിലേക്ക് വരിക. സെയിം ഡയമെൻഷൻസും ഡയമെൻഷണൽ അനാലിസിസിലും അതുപോലെ തന്നെ ലെക്ചർ ക്ലാസ് കണ്ടതിന് ശേഷം നമുക്ക് ഈ പറയുന്ന MCQയിലേക്ക് വന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാസ് എ യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻസ്? നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻസ് ഇല്ല. അത് ഏത് ക്വാണ്ടിറ്റിക്കാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി. ഓക്കെ, ആംഗിൾ. ആംഗിളിന് നമുക്ക് ഡയമെൻഷൻ കിട്ടില്ല, പക്ഷെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ് അല്ലെ. റേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ആംഗിൾ ബട്ട് ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻസ്. ബാക്കി എല്ലാത്തിനും നമുക്ക് യൂണിറ്റും ഡയമെൻഷൻസും വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റില് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ. Which of the following quantities has neither units nor dimensions? Dimensions or unit ഒന്നും ഇല്ലാത്തത് ഏതാണ്? Relative density, because it is the ratio ആണ് അല്ലെ. രണ്ട് റേഷ്യോ ഉള്ളത് നമുക്ക് ഡയമെൻഷൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ റൂൾസിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് റേഷ്യോയിൽ വരുന്നത് നമുക്ക് ഡയമെൻഷൻസ് ഇല്ല. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഇറ്റ് ഈസ് ദി റേഷ്യോ ആണ്. സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ്സ് ഓർ നോ ഡയമെൻഷൻസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. A dimensionless quantity never has a unit, always has unit, may have unit energy. ഓപ്ഷൻ സി ആണ്. ഒരു ഡയമെൻഷൻ ഇല്ലാത്തതിന് യൂണിറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. മേ ഹാവ് അല്ലെ, ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്ന ഓപ്ഷൻ റൈറ്റ് ആൻസർ. The dimensions of Planck's constant are the same as that of dimensions of Planck's constant. Planck's constant dimension എന്തിന് സെയിം ആയിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. It is same as to the angular momentum's dimension. Angular momentumത്തിന്റെ ഡയമെൻഷൻസും Planck's constant ഡയമെൻഷൻസും സെയിം ആണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോണിന്റെ എനർജി എന്താണ്? ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് അത് ബി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, എച്ച് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു ഇ ബൈ വി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജിയുടെ എന്താണ് വരുന്നത്? എം L power 2 t power minus 2 t divided by v യുടെ t power minus 1. അപ്പോൾ ഇതിൽ വരുന്നത് ml square t power minus 1 ആണ്. ആംഗുലർ മൊമെന്റത്തിന്റെ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻടു ആംഗുലർ വെലോസിറ്റി ആണ്. സോ അതിന്റെ ഡയമെൻഷനും ml square t power minus 1. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെയിം ആണ്. സോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും which is the dimension of the Planck constant which is equal to the dimension of angular momentum ആണ്. Okay. The dimensional formula of electric potential. Electric potentialന്റെ dimensional formula എന്താ വരുന്നത്? It is the option A ആണ് വരുന്നത്. അപ്പോൾ എന്താണ് നോക്കുക? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ആണ് അല്ലേ. ദാറ്റ് ഈസ് W ബൈ Q ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ml സ്ക്വയർ t പവർ മൈനസ് 2 ഡിവൈഡഡ് ബൈ A ഇൻറ്റു T ആണ് വരുന്നത്. സോ ml സ്ക്വയർ t പവർ മൈനസ് 3 A ഇൻവേഴ്സ് ആണ്. സോ ഓപ്ഷൻ A ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻസ് യൂസിംഗ് ദ മെത്തേഡ്സ് ഓഫ് ഡയമെൻഷൻസ് ഈസ് ബേസ്ഡ് ഓൺ. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏത് മെത്തേഡ്, ഡയമെൻഷൻസിന്റെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഡയമെൻഷൻസ്. ഡയമെൻഷൻസിന്റെ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓൺലി ദ ഡയമെൻഷണൽ അക്യുറസി ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസിന്റെ ഹോമോജനിറ്റി യൂസ് ചെയ്ത് നമുക്ക് അക്യുറസി മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഡയമെൻഷണൽ അക്യുറസി മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസിന്റെ മെയിൻ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which of the following relation is dimensionally correct? Dimensionally correct ആയിട്ടുള്ള ഏത് റിലേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1 യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 931.5 MeV per c square. ഇതാണ് നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the next one, the velocity of a particle v at an instant t is given by v is equal to at plus bt square. Then the dimension of b is option D ആണ് വരുന്നത്. L t power minus 3. It is the dimension of the velocity of the particle v. Okay.
Using the principle of homogeneity of dimensions, which of the following is correct? നമുക്ക് താഴെ തന്നിരിക്കുന്നത് ആ homogeneity of dimension principle യൂസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നത് which one is the right answer? Option A is the right answer. T square is equal to 4 pi square r cube by gm. It is the right answer. Okay, option A is the correct answer. Which of the following pairs of physical quantities have the same dimensions? Same dimensions ൽ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? Torque and energy. They have the same dimensions. Okay. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഡയമെൻഷൻസ് ആൻഡ് അനാലിസിസ് ഓഫ് ഡയമെൻഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ലെക്ചർ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു.